ശാശ്വതികാനന്ദയുടെ മരണത്തിന് ഉത്തരവാദി അല്ലെന്ന് പറയാനുള്ള വെപ്രാളത്തിനിടെ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു അക്കിടി വെള്ളാപ്പള്ളിക്ക് പറ്റിപ്പോയി. പോസ്റ്റ്മോർട്ടത്തിന് താനാണ് ആവശ്യം ഉന്നയിച്ചത് എന്നതായിരുന്നു സംഗതി അറിഞ്ഞ ഉടനെ ആശാൻ തട്ടിവിട്ടത്. ഞാനും അദ്ദേഹവുമായിട്ട് എന്ത് ബന്ധമായിരുന്നു? അവിടെ ചെന്നപ്പോൾ ഈ ആറ്റിൽ വീണ് അദ്ദേഹം കരക്ക് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ ഞാൻ അവിടെ ഓടിയെത്തി. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. അത് ചെയ്യിച്ചായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? വിദ്യാസാഗർ പറഞ്ഞു അത് വേണ്ട. അതേസമയം ഡോക്ടർ സോമൻ, ഇന്നത്തെ ഡോക്ടറായിട്ടിരിക്കുന്ന പ്രസിഡന്റ് സോമൻ കൂടി അന്ന് സ്ഥാനത്തൊന്നുമില്ല, അദ്ദേഹം കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയതാണ്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് വീഡിയോയിലെല്ലാം വെച്ചിരുന്നു. ഇതൊക്കെ എൻ്റെ ഭാഗ്യമല്ലേ? ഇതൊന്നും ശരിയല്ലെന്ന് ബിജു രമേശിന് നന്നായി അറിയുകയും ചെയ്യാം. അവിടെ കൊലപാതകമാണെന്ന് എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്ന കേട്ടതുകൊണ്ടാണ് അത് പോസ്റ്റ്മോർട്ടം നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. പോസ്റ്റ്മോർട്ടം വേണ്ട എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. വിദ്യാസാഗറാണ് അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെങ്കിൽ അത് നിയമപ്രശ്നം ഉണ്ടാകും, ഭാവിയിൽ അത് പ്രശ്നമുണ്ടാകുമെന്ന് പറയുകയും അതിൻ്റെ വിദ്യാസാഗറാണ് ഞാൻ കേട്ടതനുസരിച്ചുകൊണ്ട് ശ്രീ രാജീവിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹമാണ്. ഇന്ന് വെള്ളാപ്പള്ളി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയത് വിദ്യാസാഗറാണ് രാജീവുമായിട്ടൊക്കെ സംസാരിക്കുകയും പക്ഷേ മുഖ്യമന്ത്രി SNDPയുടെ ആശ്രമത്തിൻ്റെയും തീരുമാനം അനുസരിച്ച് എന്താ വേണ്ട നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞത്. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. വെള്ളാപ്പള്ളിയോട് പറഞ്ഞു ജയിക്കാൻ ബിജു രമേശിന് കഴിയുമെന്ന് ആരും കരുതണ്ട. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി. എങ്ങനെ പറയണമെന്ന് മകനോട് വിശദീകരിക്കാൻ മറന്നു. തുഷാർ വെള്ളാപ്പള്ളി അച്ഛൻ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞതായാണ് വിശദീകരിച്ചത്. ഒരു കാരണവശാലും ഇതിന് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നായി ജനറൽ സെക്രട്ടറി. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. കാരണം സ്വാമിയുടെ സമാധി അടക്കുന്നതിന് സമാധിക്ക് മുമ്പ് അത് ഒരു ശാശ്വതാനന്ദ സ്വാമി അത് മുറിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരും അത് ചെയ്യരുതെന്ന് പറഞ്ഞു. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ഉൾപ്പെടെ ബാക്കിയുള്ളവരെല്ലാം സംസാരിച്ച് അതവരെല്ലാം തത്വത്തിൽ അംഗീകരിച്ചു. അംഗീകരിച്ച ശേഷം അതിൻ്റെ നടപടികളും കാര്യങ്ങളും എടുത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് SNDP യോഗത്തിൻ്റെ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള യൂണിയൻ്റെ നേതാക്കന്മാരും എല്ലാവരും എത്തി അവിടുന്ന് വലിയ റാലിയായി തുടങ്ങാൻ വേണ്ടി പോകുന്ന SNDP യോഗത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റായിട്ടിരുന്ന ശ്രീ വിദ്യാസാഗർ ഏട്ടൻ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ വിദ്യാസാഗർ ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അദ്ദേഹം എത്തി നേരെ വന്നിട്ട് പറഞ്ഞത്, അപ്പം വേറെ പലരൊക്കെ ആയിട്ട് സാഗരേട്ടൻ ഡിസ്കസ് ചെയ്ത് പ്രത്യേകം സാഗരേട്ടൻ ഒരു ലീഗൽ അഡ്വക്കേറ്റും കൂടാണ്, സീനിയർ ലീഗൽ ക്രിമിനൽ ലോയറും കൂടാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച ഞാനാണ്. പോസ്റ്റ്മോർട്ടം നടത്താതെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് നിർബന്ധമായി ചെയ്യണം വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. ഇനിയിപ്പോൾ ആസൂത്രിത നീക്കങ്ങൾ പലതും പാളിപ്പോകും. രാഷ്ട്രീയത്തിൽ കയറിയതല്ലേ, ഇത്രയും കാലം ജാതിയുടെ പേരിൽ ആരെയും എന്തും വിളിച്ചു പറയാമായിരുന്നു. ഇനിയിപ്പോൾ ഡൂക്കിലി രാഷ്ട്രീയക്കാരെ നേരിടുന്നത് പോലെ ആളുകൾ നേരിട്ട് കളയും. CBI അന്വേഷണമൊന്നും ഇല്ലാതെ കഴിക്കാൻ അങ്ങ് മോദിയുടെ കയ്യിൽ തന്നെ ആഞ്ഞു പിടിക്കേണ്ടിയും വരും. വെള്ളാപ്പള്ളിയെ മോദി തുണയ്ക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.